സംസ്ഥാനത്ത് സർക്കാർ രൂപീകരണം വൈകുന്നത് പൊതുജനത്തെ ബാധിച്ചു തുടങ്ങി. വിദ്യാഭ്യാസം, ആരോഗ്യം, ആഭ്യന്തരം തുടങ്ങി പ്രധാന വകുപ്പുകളിൽ കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കിയതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. ഉദ്യോഗസ്ഥ തലത്തിൽ സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള നടപടികൾ വൈകുന്നതും പ്രതിസന്ധിക്ക് കാരണമാകുന്നു. കാവൽ മന്ത്രിസഭയുണ്ടെങ്കിലും പ്രയോജനമില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കസേരകളിയുടെ കാലം. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചിട്ടും സംസ്ഥാനത്ത് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന അതേ അവസ്ഥയാണ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. യൂണിഫോം വിതരണമോ പാഠപുസ്തക വിതരണമോ ഒന്നും തന്നെ ആരംഭിച്ചിട്ടുമില്ല. സംസ്ഥാനത്ത് UDF ഭൂരിപക്ഷത്തിലെത്തി അധികാരസ്ഥാനത്തിനടുത്തെത്തിയിട്ടും സർക്കാർ രൂപീകരണം എങ്ങും എത്തിയില്ല. മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ സംസ്ഥാനത്ത് സർക്കാരില്ലാത്തത് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. മാർച്ച് മാസം കഴിഞ്ഞ് ഒത്തിരി കരാർ ജീവനക്കാരുടെ ഫണ്ടുകൾ അല്ലെങ്കിൽ പണിയെടുത്തതിൻ്റെ പൈസകൾ ധനകാര്യ വകുപ്പിൽ നിന്ന് കൊടുക്കണം, വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കണം. ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാവൽ ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും? ഉദ്യോഗസ്ഥരാണെങ്കിലോ ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞു. വകുപ്പ് സെക്രട്ടറിമാരും ഡയറക്ടർമാരും വഴിയുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് വിവിധ വകുപ്പുകളിൽ നടക്കുന്നത്. കാവൽ സർക്കാരുണ്ടെങ്കിലും സർക്കാർ അനുമതിയുള്ള ആവശ്യങ്ങളൊന്നും ഉദ്യോഗസ്ഥർ കൈക്കൊള്ളുന്നില്ല. മിക്ക ഉന്നത ഉദ്യോഗസ്ഥരും നീണ്ട അവധിയിലാണ്. മന്ത്രിതലത്തിൽ തീരുമാനമെടുക്കേണ്ടതിനാൽ ധനവകുപ്പിൽ നിന്നുള്ള സഹായങ്ങളും വിവിധ വകുപ്പുകൾക്ക് ലഭിക്കുന്നില്ല. കൃത്യസമയത്ത് സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള നടപടികൾ നടക്കാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. സെക്രട്ടറിമാർ തീരുമാനം കൈക്കൊള്ളാത്തതിനാൽ സ്ഥാനക്കയറ്റം ലഭിക്കാതെ ഉദ്യോഗസ്ഥർ വിരമിക്കേണ്ട സാഹചര്യവും സംസ്ഥാനത്തുണ്ടാകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഭരണസ്തംഭനമാണ് സംസ്ഥാനത്ത്. വ്യക്തമായ ഭൂരിപക്ഷം കിട്ടി. ഒറ്റയ്ക്ക് വേണമെങ്കിലും കോൺഗ്രസിന് ഭരിക്കാം. ഒരു ലീഡറെ തിരഞ്ഞെടുക്കാൻ കഴിയാത്തത് വളരെ നിർഭാഗ്യമാണ്. അതുപോലെ തന്നെ ആശുപത്രി കാര്യങ്ങൾ ദൈനംദിനമായിട്ടുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. ട്രഷറി ബെഞ്ച് പോലും ഒരുപക്ഷെ ഡാമേജ് ആയിരിക്കുന്ന അല്ലെങ്കിൽ സ്ട്രക്കായിരിക്കുന്ന ഒരവസ്ഥയിലാണ്. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ പോലീസ് തലപ്പത്തും വൻ അഴിച്ചുപണി ഉണ്ടാകും. LDF സർക്കാർ മാറ്റി നിർത്തിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ പ്രധാന തസ്തികയിൽ നിയമിക്കാനാണ് നീക്കം. ഇക്കാര്യം കോൺഗ്രസ് മുഖപത്രം പോലും ശരിവെക്കുന്നു. കൃത്യമായ വീക്ഷണത്തോടെയാണ് കോൺഗ്രസ് മുഖപത്രവും ഇക്കാര്യം സമ്മതിക്കുന്നത്. സംസ്ഥാനത്ത് ഭരണമാറ്റം വരുന്നതോടെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ തലപ്പത്തും വൻ അഴിച്ചുപണിക്ക് കളമൊരുങ്ങും. വൈകാതെ 66 സാംസ്കാരിക സ്ഥാപനങ്ങളിലും പുതിയ ചുമതലക്കാരെ നിയമിക്കാനാണ് നീക്കം. LDF സർക്കാർ നിയമിച്ച സാംസ്കാരിക പ്രവർത്തകരെ എല്ലാം മാറ്റും. പകരം UDF അനുഭാവികളെയും LDFിൽ നിന്ന് പിണങ്ങിയിറങ്ങിയവരെയും പരിഗണിക്കും. ഏതൊരു മുന്നണി അധികാരത്തിലെത്തിയാലും മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അത് അനിവാര്യവും ആവശ്യവുമൊക്കെ തന്നെ. പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത്, പൊതുജനങ്ങളെ കഴുതകളാക്കരുത്. ക്യാമറമാൻ സജീവിനൊപ്പം റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.